സത്യവിശ്വാസികളും കഴിഞ്ഞ വർഷവും അതിനു മുമ്പുള്ള വർഷവും നടത്തിയതുപോലെ ഇക്കൊല്ലവും റമദാൻ പ്രഭാഷണം നമ്മുടെ ഹത്തീബ് മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പഠനാർഹമായ ഒരു ക്ലാസ് നമുക്കെടുക്കുവാൻ സ്വശരീരത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിയ അദ്ദേഹം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠനാർഹവും ചിന്തോദ്ദീപകവുമായ ഒരു ക്ലാസ് തന്നെയായിരിക്കും നമുക്ക് എടുക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുവാനായിട്ട് ബഹുമാന്യ സഹോദരൻ നൗഷാദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഖത്തീബ് മുജാഹിദ് ബാലുശ്ശേരി അവരുകളെ ഭീമാവള്ളി ശാഖ സംഘടിപ്പിച്ച ഒരു ഇഫ്താർ സംഗമവും പഠന ക്ലാസ്സിലാണ് നാം ഇവിടെയുള്ളത്. എന്നിലർപ്പിതമായ വിഷയം ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ പ്രദേശത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിയുന്നവരാണ് നാമൊക്കെ. തൗഹീദിന്റെ ശബ്ദം ഈ പ്രദേശത്തെത്തിക്കാൻ ഇവിടെയുള്ള പ്രവർത്തകർ പെടുന്ന പാട്, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അവരനുഭവിക്കുന്ന യാതന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലുതാണ്. ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്ന പല അവകാശങ്ങളും നമുക്കിവിടെ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ നിഷേധിക്കപ്പെടുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ തൗഹീദിന്റെ പാതയിൽ നാം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യത്തിന്റെ സൽപന്ഥാവിലേക്ക് കൈപിടിച്ചുയർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 പ്രവാചകന്മാരെ ഈ ഭൂമി ലോകത്ത് നിയോഗിക്കുകയുണ്ടായി. അവരെല്ലാവരും വന്ന് ലോകത്തോട് പറഞ്ഞ ഓരോരു കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ലോകജനത പ്രഖ്യാപിച്ച് സ്വർഗത്തിലേക്ക് കടക്കണമെന്ന ആഗ്രഹമാണ് ഓരോ പ്രവാചകന്മാർക്കുമുള്ളത്. ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ വന്നുകൊണ്ട് ആ നാട്ടിലുണ്ടായിരുന്ന വിശ്വാസാചാര കർമ്മങ്ങളുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് തൗഹീദിന്റെ പ്രബോധനവുമായി മുന്നോട്ട് വന്നപ്പോൾ പ്രവാചകന് സ്വീകരിക്കാറുണ്ടായിരുന്നത് വിവിധ കൂക്കുവിളികളും കല്ലേറുകളും ആക്ഷേപങ്ങളും തെറിയഭിഷേകങ്ങളും മാത്രമായിരുന്നു. ആ പ്രവാചകൻ നമ്മിൽ ഏൽപ്പിച്ച ആ ദൗത്യം ഇന്ന് മുസ്ലിം സമുദായം വിവിധ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ആണ്ടുകൊണ്ട് കിടക്കുമ്പോൾ, സഹോദര, ഇതൊന്നും ചെയ്യരുത്, ഇതൊന്നും പ്രവാചകനും സഹാബികളും ചെയ്ത മാർഗമല്ല എന്നവരെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മളെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും പുതിയ പുത്തൻവാദവുമായി ഈ നാട്ടിൽ നീ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറയാനും മാത്രം തന്റെ ഇടം കാണിക്കുകയാണ് മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങൾ. പ്രവാചകൻ ചെയ്യാത്ത കാര്യങ്ങൾ, പ്രവാചകൻ സമൂഹത്തിന് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനാണെന്ന് പാവപ്പെട്ട ജനങ്ങളെ വിശ്വസിപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെയാണ് ഖുർആൻ പറയുന്നത്, ഒരു വിഷയത്തിൽ നാം തർക്കം വന്നാൽ وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ
വസ്സാഅത്ത് മസീറ. എന്താണ് ഇവിടെ പറയുന്നത്? പ്രവാചകന്റെ ഒരു പാത, പ്രവാചകന്റെ ഒരു വിശ്വാസകർമ്മം ഇവിടെ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സത്യമാർഗം അവന് ബോധ്യപ്പെട്ടതിന് ശേഷം അവൻ പ്രവാചകന്റെ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, പ്രവാചകന്റെ മാർഗത്തിൽ നിന്ന് അവനെതിരെ പ്രവർത്തിച്ചാൽ, അവൻ അതിന് തടസ്സം നിന്നാൽ, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين, മുഅ്മിനീങ്ങളല്ലാത്തവരുടെ മാർഗം, അതായത് സഹാബികളുടെ മാർഗം, സഹാബികൾ ഈ ഭൂലോകത്ത് കാണിച്ചു തന്ന മാർഗം വിട്ടുകൊണ്ട് തങ്ങളുടെ നാട്ടാചാരത്തിന്റെ ബിംബ പോയാൽ അള്ളാഹു പറയുകയാണ്, നുവല്ലിഹി, മാത്രമല്ല അവനെ തിരിച്ചുവിടിക്ക് ഞാൻ അവനെ തിരിച്ചുവിടുന്നതാണ്. അവൻ ഏതൊരു മാർഗത്തിലേക്കാണോ പോകുന്നത് ആ മാർഗത്തിലേക്ക് ഞാൻ അവനെ തിരിച്ചുവിടും. പിന്നെയോ വനുസ്ലിഹി ജഹന്നമ സാഅത്ത് മസീറ, പക്ഷേ നാളെ പരലോകത്ത് വരുമ്പോൾ അവനെ ഞാൻ പിടിക്കുക തന്നെ ചെയ്യും. സാഅത്ത് മസീറ, അവനെ ഞാൻ എവിടെ തള്ളുന്നറിയോ? അവനെ ഞാൻ നരകത്തിലേക്ക് തള്ളിയിടുക തന്നെ ചെയ്യും. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെയുള്ള വിശ്വാസാചാരങ്ങളെ കടക്കൽ നാം ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ പൂർവികർ തലമുറയായി കൈമാറി വന്ന വിശ്വാസാചാരങ്ങൾക്കാണോ ഇന്ന് വന്ന കുറെ ആളുകൾ നമ്മളോട് ചോദ്യം ചെയ്യുന്നത്? നിന്റെ മുമ്പ് ജീവിച്ചിരുന്ന നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും എല്ലാം നരകത്തിലാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇവിടെയുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂസാ നബിയോട് ഫിറോൻ ചോദിച്ച ചോദ്യമാണ്, ഫമാ ബാലുൽ ഖുറൂനിൽ ഉലാ, അല്ല മൂസ, നീ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, നിന്റെ പൂർവ്വപിതാക്കന്മാര് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിച്ചതുപോലെയുള്ള ചോദ്യം. അതിന് മൂസാ നബി പറഞ്ഞ മറുപടി എന്താണ്? ഖാല ഇൽമുഹാ ഇൻദല്ലാഹ്, അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാന്റെ അടുക്കലാണ്. അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ള വിഷയം മരിച്ചവരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമല്ല ഇവിടെ. പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാൻ, ഫിറോവനെ, നിന്നോട് ഞാൻ പറയുകയാണ്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് മൂസാ നബി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകന്റെയും സഹാബത്തിന്റെയും മാതൃകയിൽ മുന്നേറാൻ നാം ഓരോരുത്തരും സന്നദ്ധരാവണം. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. ആ ആത്മവിശ്വാസം കൈവിടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾ ഇമാമിന്റെ പ്രസംഗം കേട്ടാൻ കാത്തിരിക്കുന്ന നിങ്ങളോട് കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ സമയം കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിലൽപിതമായ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ യോഗത്തിൽ സംബന്ധിച്ച് നമുക്ക് നല്ല ഉപദേശം തരാൻ എത്തിയിട്ടുള്ള തിരുവനന്തപുരം സലഫി മസ്ജിദ് ഇമാം മുജാഹിദ് ബാലുശ്ശേരി അവരുകളെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പുറമെ നിങ്ങളിവിടെ തടിച്ചുകൂടിയ ഓരോരുത്തർക്കും വ്യക്തിപരമായും സംഘടനയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله.
إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരായ സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിന്റെ 19 ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി നമ്മൾ പൂർത്തിയാക്കുകയാണ്. പരിശുദ്ധ റമദാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം അവതരിച്ച മാസമാകുന്നു. മാനവ സമൂഹത്തിന്റെ പൂർണ്ണമായ വഴികാട്ടിയായി ഒരു ഗ്രന്ഥം തല ഉയർത്തി നിൽക്കുന്നു എന്ന വസ്തുത ഗൗരവകരമായി പഠിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത്. അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിച്ച മനസ്സിലാക്കിയ അർത്ഥം ഉൾക്കൊണ്ട ആളുകൾ വളരെ കുറവാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് വിശ്വാസികൾ വെച്ചു പുലർത്തേണ്ട കൃത്യമായ സമീപനങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനത്തെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ള ആളുകളല്ല നമ്മളൊക്കെ. അള്ളാഹുവിന്റെ ഗ്രന്ഥം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഇന്നും നിത്യപ്രസക്തമായി നിലനിൽക്കുകയാണ്. പടച്ച തമ്പുരാൻ അവന്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ